ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ദിവസം കർത്താവ് നമ്മളെ ഒരുമിച്ച് ചേർത്ത് പണിയാൻ പോകുന്ന ഒരു ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ, വീടുകളൊക്കെ പണിയുന്ന സമയത്ത് ഇഷ്ടിക അല്ലെങ്കിൽ കല്ലുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് പണിയുന്ന കണ്ടിട്ടില്ലേ? അത് ഒരു കല്ലുകൊണ്ട് മാത്രം എന്തെങ്കിലും പണിയാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലുമില്ല. എനിക്ക് തോന്നുന്നു ഒരു വിറകിന് വേണ്ടിയിട്ട് ഒരു അടുപ്പ് ഉണ്ടാക്കണമെങ്കിൽ പോലും 3 കല്ലെങ്കിലും വേണം, അല്ലേ? അപ്പോൾ ഒരുമിച്ച് ചേർന്ന് പണിയുമ്പോൾ വലിയ പണികൾ അല്ലെങ്കിൽ വലിയ നിർമ്മിതികൾ, വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ദൈവമായ കർത്താവ് നമ്മളെ ഒരുമിച്ച് ചേർത്ത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ നിർമ്മാണ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു വലിയ നിർമ്മിതി, ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു വലിയ നിർമ്മിതിക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദ്യത്തേത് ഒരു കീ സ്പോൺസറാണ്, കൊൽക്കത്തയിൽ നിന്ന് ടി വർഗീസ് ആണ്. താങ്ക് യു ബ്രദർ. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഭാര്യ വിന്നി വർഗീസിന്റെ ഹാർട്ടിന്റെ പാൽപിറ്റേഷൻ സൗഖ്യമാകട്ടെ. മകൾ റിനി വർഗീസിന്റെ കണ്ണിന്റെ ഡബിൾ വിഷൻ, ആ പ്രോബ്ലംസ് കർത്താവ് ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായിട്ടുള്ള ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നൊരു കോ സ്പോൺസർ കൂടെയുണ്ട്, എറണാകുളത്ത് നിന്നൊരു വെൽവിഷനാണ്. താങ്ക് യു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ആത്മീകമായിട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ ജോലിയിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ, ഭവനത്തിലെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് കൃപ പകരണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നാം കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ ആ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. കമൻറ്റ് ബോക്സിൽ പലരും റെസ്പോണ്ട് ചെയ്തു. ചിലരൊക്കെ മോർണിംഗ് ഗ്ലോറിയുടെ 1-ാമത്തെ ദിവസം മുതൽ ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ കൃത്യമായി കേൾക്കുകയും, ചിലർ പറഞ്ഞത് ആദ്യം മോർണിംഗിൽ ചിലപ്പോൾ ജോലി തിരക്കിലായിരിക്കും, ചിലപ്പോൾ കിച്ചണിലായിരിക്കും, അതൊന്ന് കേൾക്കും. ഉച്ചയ്ക്ക് ശേഷം അത് വീണ്ടും കേട്ട് നോട്ട്സ് എഴുതും, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കും. ചിലരൊക്കെ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. സോ ഐ ആം റിയലി ത്രിൽഡ്, excited to hear all these feedbacks. All right, ഈ ആഴ്ചയിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റാഡിക്കൽ ഫെയ്ത്തിനെ കുറിച്ചാണ്. കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റ് സൂം ഗ്യാതറിങ്ങിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തായിരുന്നു. പക്ഷേ ആ മിഡിൽ ഈസ്റ്റിലുള്ള കുറച്ച് പേര് മാത്രമേ സൂമിൽ മാത്രമേ അത് കൊടുക്കാൻ എനിക്ക് സാധിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി പോരാ, മോർണിംഗ് ഗ്ലോറിയിൽ അറ്റൻഡ് ചെയ്യുന്ന വിശ്വസ്തയോടെ എല്ലാ ദിവസവും രാവിലെ അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, ആയിരക്കണക്കിന് പേർ. അവർക്ക് പ്രയോജനമാകണം. അതുകൊണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ പല വശങ്ങളെടുത്ത് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ദൈവത്തിൻ്റെ ഗുഡ്നെസ്സിനെ കുറിച്ച്, ദൈവം നല്ലവനാണ് എന്ന് നമ്മൾ കണ്ടു, എസ്റ്റാബ്ലിഷ് ചെയ്തു. ഗാഡ് ഈസ് ഗുഡ്. ദർ ഈസ് നത്തിങ് ഈവിൾ, ദർ ഈസ് നത്തിങ് ബാഡ്, there is nothing unholy in God. നമ്മൾ കണ്ടു. വിശ്വാസിയുടെ അധികാരം കണ്ടു. പലപ്പോഴും വിശ്വാസികൾ അവരുടെ അധികാരം ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് സാധാരണ മനുഷ്യരെ പോലെയാണ് പല വിശ്വാസികളും ജീവിക്കുന്നത്. എന്നാൽ ഈ വർഷം എല്ലാവരോടുമുള്ള എൻ്റെ റിക്വസ്റ്റാണ്, ഇപ്പോഴത്തെ അവസ്ഥ ഏതാണെങ്കിലും ആത്മീയ നിലവാരം കുറവാണെന്ന് തോന്നുമായിരിക്കാം, ബൈബിൾ പരിജ്ഞാനമില്ല, ബൈബിൾ അറിയില്ല, ഒരുപക്ഷെ അടുത്തിടെ ആയിരിക്കും മോർണിംഗ് ഗ്ലോറി കാണാൻ തുടങ്ങിയത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ ഏതാണെങ്കിലും അതിൽ നിന്നും ഒന്ന് പൊടി കുടഞ്ഞെഴുന്നേറ്റ് ഈ വർഷം ഒരു വലിയ ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരും അധികാരത്തെ ഉപയോഗിക്കുക. എന്നാൽ ഹൗ ടു ഹാവ് റാഡിക്കൽ ഫെയ്ത്ത്, ഹൗ ടു ഡെവലപ്പ് റാഡിക്കൽ ഫെയ്ത്ത്. അതിനിടയ്ക്ക് ഇതിൻ്റെ ചില ടെക്നിക്കൽ മലയാളം വാക്കുകൾ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അറിയാവുന്നത് പോലെ പറയാം. വാട്ട് ഈസ് റാഡിക്കൽ ഫെയ്ത്ത്? വിശ്വാസം നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിൽ വിശ്വസിക്കുന്നു, പിശാചിൽ വിശ്വസിക്കുന്നു ചിലർക്ക് ഒരു വിശ്വാസമില്ല. വിശ്വാസത്തെക്കുറിച്ചുള്ള ആശയം എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ വാട്ട് ഈസ് റാഡിക്കൽ ഫെയ്ത്ത്? റാഡിക്കൽ ഫെയ്ത്ത് ഈസ് അൺകോമൺ ഫെയ്ത്ത്, അസാധാരണമായ വിശ്വാസം, അനേകർക്കില്ലാത്ത വിശ്വാസം. ഒരാൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഓർഡിനറി ഫെയ്ത്ത് വിൽ ഗിവ് യു ഓർഡിനറി റിസൾട്ട്സ്, ബട്ട് ഇഫ് യു ഹാവ് എക്സ്ട്രാ ഓർഡിനറി ഫെയ്ത്ത്
ഇറ്റ് വിൽ ഗിവ് യു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട്സ്. പലർക്കും സാധാരണ വിശ്വാസമാണ്. വിശ്വാസിയാണോ? രക്ഷിക്കപ്പെട്ടതാണോ? ചർച്ചിൽ പോകുന്നുണ്ടോ? പ്രാർത്ഥനാ കൂട്ടത്തിന് പോകുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ സാധാരണ ചോദിച്ച് കേൾക്കാറുള്ള ചോദ്യങ്ങളാണ്. എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. കർത്താവുണ്ട്, കർത്താവ് രക്ഷകനാണ്, കർത്താവ് നല്ലവനാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ വിശ്വാസങ്ങൾ പലർക്കും ഉണ്ട്. ദൈവത്തിനെല്ലാം കഴിയും, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നാൽ സ്വന്തം ജീവിതത്തിൽ അതിൻ്റെ റിസൾട്ടുണ്ടോ? പേരിൽ മാത്രം ഒരു വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും വ്യക്തിപരമായ ജീവിതത്തിൽ വളരെയധികം ഒരു വിശ്വാസി ജീവിക്കേണ്ട നിലവാരത്തിൽ നിന്ന് താഴെ വിശ്വാസത്തിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്ന റിസൾട്ടൊന്നും ഇല്ലാതെ നീ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ട് എന്തായി? നീ ഇതിനൊക്കെ പോയിട്ട് എന്ത് കിട്ടി? നിന്റെ ജീവിതത്തിലൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുൻപിൽ നമ്മൾ തലകുനിക്കേണ്ടി വരാത്ത രീതിയിൽ ദൈവം വച്ചിരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഉയർന്ന് ജീവിക്കാൻ കഴിയും. അതെങ്ങനെ സാധിക്കും? എങ്ങനെ അങ്ങനെയുള്ള വിശ്വാസം നമുക്ക് ഡെവലപ്പ് ചെയ്യാം? നമ്മുടെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എടുക്കുമ്പോൾ അനേകർക്ക് അൺകോമൺ ഫെയ്ത്ത് ഉണ്ടായിരുന്നു. അസാധാരണമായ വിശ്വാസം. ഒരിക്കലും മഴ കണ്ടിട്ടില്ലാത്ത നോഹയ്ക്ക് ദൈവം പറഞ്ഞപ്പോൾ മഴ പെയ്യുമെന്ന് വിശ്വസിക്കാൻ സാധിച്ചു. വെറും വിശ്വസിക്കുകയല്ല, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. അതുകൊണ്ട് അദ്ദേഹം അതിന് ആക്ഷനിലേക്ക് വന്നു. മഴ പെയ്യുകയാണ്, അതുകൊണ്ട് ഞാൻ ഒരു പെട്ടകം ഉണ്ടാക്കും. ദൈവം പറഞ്ഞതുപോലെ പെട്ടകം ഉണ്ടാക്കി വെള്ളം പൊങ്ങുമ്പോൾ രക്ഷപ്പെടുവാനുള്ളതെല്ലാം ചെയ്തു വയ്ക്കും. ഒത്തിരി പേര് പരിഹസിച്ചു. കാരണം അവർക്കാർക്കുമില്ലാത്ത ഒരു അൺകോമൺ ഫെയ്ത്ത് നോഹയ്ക്കുണ്ടായിരുന്നു. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറേ പേര് പോയി. ഒരു പ്രെയർ ഹോളിലാണ് പ്രാർത്ഥന നടക്കുന്നത്. അപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ അവസാനം അങ്ങ് മഴ പെയ്തു. മഴ പെയ്തപ്പോൾ പിന്നെ തിരിച്ചു പോകാൻ ഒരു പെൺകുട്ടി മാത്രമേ കുട കരുതിയിരുന്നുള്ളൂ. ബാക്കി ആരും കുട എടുത്തില്ല. അതിൻ്റെ അർത്ഥം മഴ പെയ്യുന്ന വിശ്വാസമൊന്നുമില്ല, പ്രാർത്ഥിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന കൂട്ടത്തിൽ ഞാനങ്ങ് പോയെന്നേ ഉള്ളൂ. പക്ഷേ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി അവരിലില്ലായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി അവളങ്ങ് വിശ്വസിച്ചു, ഏതായാലും ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് മഴയ്ക്ക് വേണ്ടിയാണ്. മഴ പെയ്തു കഴിയുമ്പോൾ തിരിച്ചു വരണം, മഴയത്ത് തിരിച്ചു വരണം. അപ്പം എന്ത് വേണം? കുട വേണം. അവൾ ആദ്യം പോയി കുട എടുത്തുകൊണ്ടാണ് പ്രാർത്ഥനാ ഹാളിലേക്ക് പോയത്. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വരുമ്പോൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചില പ്രവൃത്തികൾ, ആക്ഷൻസ് നമ്മൾ എടുക്കേണ്ടി വരും. നമ്മളിതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കും. ചില പ്രത്യേകമായ ചില ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഒരു അൺകോമൺ ഫെയ്ത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? അസാധാരണമായൊരു വിശ്വാസത്തെ എൻ്റെ ജീവിതത്തിൽ എനിക്കെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും? അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് വിശ്വാസം എന്നൊന്ന് ചിന്തിക്കുന്ന നല്ലതല്ലേ? എബ്രായലേഖനം പഠിച്ചപ്പോഴും പിന്നെ വിശ്വാസത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഈ മോർണിംഗ് ഗ്ലോറി എല്ലാ ദിവസവും തുടങ്ങുന്നതിന് മുമ്പ് ബ്ലെസ്സിങ് ടുഡേ TV ചാനലുകളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന കാലത്തും ഫെയ്ത്ത് സീരീസ്, വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു പരമ്പര തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ യൂട്യൂബിൽ കാണും. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് എടുത്ത് കേൾക്കുന്നത് നല്ലതാണ്. പല നാളുകൾ, എനിക്കൊന്ന് പല ദിവസങ്ങൾ, ആഴ്ചകൾ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സെർച്ച് ചെയ്ത് നോക്കുക, ഒരുപക്ഷെ യൂട്യൂബിൽ കാണും. ഓക്കെ, എബ്രായലേഖനം 11:1 വിശ്വാസത്തിൻ്റെ ബൈബിളിൽ ഒരു നിർവചനം കാണുന്നു. അതാണ് ഏക നിർവചനം എന്ന് ഞാൻ പറയുന്നില്ല. എബ്രായലേഖനം എഴുതിയ ആള് എഴുതി വെച്ച നിർവചനം. എബ്രായലേഖനം 11:1, ഹീബ്രൂസ് 11:1. അവിടെ കാണുന്നത് Now faith is confidence in what we hope for and assurance about what we do not see. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ്. കണ്ടിട്ടില്ല, ഇതുവരെ അനുഭവിച്ചിട്ടില്ല, ഇതുവരെ പേഴ്സണലി ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്നാൽ അതിലുള്ള ഭയങ്കരമായൊരു അഷ്യൂറൻസ്, ഭയങ്കരമായൊരു ഉറപ്പ്, അതാണ്
വിശ്വാസം എന്ന് നമുക്കറിയാം. അതിൻ്റെ തന്നെ 6-ാമത്തെ വചനത്തിൽ പറയുന്ന വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. മാത്രമല്ല തന്നെ അന്വേഷിക്കുന്നവർക്ക്, ശരിക്കുള്ള ട്രാൻസ്ലേഷൻ പറയേണ്ടത് ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക്, ചുമ്മാ അന്വേഷിക്കുന്നവർക്കല്ല, ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു എന്നും നമ്മൾ അറിയേണ്ടതാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഹി റിവാർഡ്സ് ദോസ് ഹു ഏർണസ്റ്റ്ലി സീക്ക് ഹിം. മറ്റു ചില ട്രാൻസ്ലേഷനുകളിൽ diligently seek him. വളരെ ഏകാഗ്രതയോടെ, വളരെ ഫുൾ ഹാർട്ടോടുകൂടെ അന്വേഷിക്കുന്നവർക്ക്. യിരെമ്യാവിൻ്റെ പുസ്തകം 29:13 എൻ്റെ ഓർമ്മ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ചുമ്മാ അന്വേഷിച്ച് പോവുകയല്ല. എവിടെയെങ്കിലുമൊക്കെ അവിടെ ദൈവം ഉണ്ടായിരിക്കും, ഇവിടെ ദൈവം ഉണ്ടായിരിക്കും, ആ തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടായിരിക്കും, ഈ ഒരു ആരാധനാലയത്തിലുണ്ടായിരിക്കും, പുണ്യസ്ഥലത്തുണ്ടായിരിക്കും. അങ്ങനെ ഒരു അന്വേഷണമല്ല. ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തും. എബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ പിന്നെ നമുക്കറിയാം ഒരു ഹീറോസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസ വീരന്മാരുടെ വലിയ പട്ടിക തന്നെ തന്നിട്ടുണ്ട്. അതിൽ ആ പട്ടിക അനുസരിച്ച് ചിലരൊക്കെ മരിച്ചവരെ വരെ, ചില സ്ത്രീകൾ മരിച്ചവരെ തിരിച്ചു വിളിച്ചു വിശ്വാസത്താൽ. രാജ്യങ്ങളെ പിടിച്ചെടുത്തു, നീതി നടത്തി. ചിലരൊക്കെ സിംഹത്തിൻ്റെ വായിലും കാട്ടുമൃഗങ്ങളുടെ മുമ്പിലൊക്കെ പെട്ടിട്ട് പോലും അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ചിലർക്ക് ജീവൻ നഷ്ടമായി, എന്നിട്ട് പോലും അവർ വിശ്വാസം അവർ കളഞ്ഞില്ല. സോ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ അകത്ത് ഉളവാക്കിയെടുക്കാൻ സാധിക്കുന്നത്? എത്ര പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്? അല്ല, വാസ്തവത്തിൽ അറിയാൻ ആഗ്രഹമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ലൈവ് ചാറ്റിൽ വന്നിട്ട് എനിക്ക് റാഡിക്കൽ ഫെയ്ത്ത് വേണം, അല്ലെങ്കിൽ എനിക്ക് അൺകോമൺ ഫെയ്ത്ത് വേണം, അസാധാരണമായ വിശ്വാസം എനിക്ക് വേണം, ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ലൈവ് ചാറ്റിലിട്ട് കർത്താവ് ഒന്ന് കാണട്ടെ. ഐ വാണ്ട് റാഡിക്കൽ ഫെയ്ത്ത് ടു ബി ഡെവലപ്ഡ് ഇൻ മീ. ഐ വാണ്ട് അൺകോമൺ ഫെയ്ത്ത്. എനിക്ക് അസാധാരണമായ വിശ്വാസം വേണം. ഒന്നിട്ടേ ലൈവ് ചാറ്റിലിട്, ഞാൻ ഒന്ന് കാണട്ടെ, കർത്താവ് ഒന്ന് കാണട്ടെ. ഓക്കെ, ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് യേശുവിലേക്ക് നോക്കാം. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, മേക്ക് ജീസസ് ദ ബെഞ്ച് മാർക്ക് ഓഫ് യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുമ്പോൾ അത് യേശുവിലായിരിക്കണം. അല്ലെങ്കിൽ യേശുവിനുള്ളതുപോലുള്ള വിശ്വാസം എനിക്ക് വേണം. യേശുവിനുള്ളതുപോലുള്ള വിശ്വാസം. അത് പറയാൻ കാരണം എബ്രായ ലേഖനം 12:2, ഫിക്സിംഗ് അവർ ഐസ് ഓൺ ജീസസ് ദ പയനിയർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് ഫെയ്ത്ത്. For the joy set before him, he endured the cross, scorning its shame, and sat down at the right hand of the throne of God. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നോക്കേണ്ടത് വിശ്വാസത്തിൻ്റെ നായകനെയാണ്. സാധാരണ മനുഷ്യരിലേക്ക് മാത്രം നോക്കല്ലേ. യേശുവാണ് വിശ്വാസത്തിൻ്റെ നായകൻ, അതിനെ പൂർത്തി വരുത്തുന്നവൻ. അതുകൊണ്ടാണ് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ ക്രൂശിനെ ലക്ഷ്യമാക്കി ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരുന്നു. വിശ്വാസത്തിലൂടെ കഷ്ടതകളെ അതിജീവിച്ച് അവൻ എത്തേണ്ട പൊസിഷൻ, എത്തേണ്ട സ്ഥാനത്ത് അവൻ എത്തിച്ചേർന്നു. ആ ഡെസ്റ്റിനേഷനിൽ അവൻ എത്തിച്ചേർന്നു. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്, യേശു എന്ന വിശ്വാസത്തിൻ്റെ നായകനെ, വീരനെ നോക്കുവാണെങ്കിൽ എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കും. ഈ യേശുവിൻ്റെ പ്രത്യേകത അൺകോമൺ ഫെയ്ത്താണ് യേശുവിൽ ഉണ്ടായിരുന്നത്. ആർക്കുമില്ലാത്ത വിശ്വാസം. അന്നത്തെ പുരോഹിതന്മാർക്കോ മതനേതാക്കന്മാർക്കോ ഒരാൾക്കുമില്ലാത്ത ഭയങ്കരമായൊരു വിശ്വാസം തൻ്റെ അകത്തുണ്ടായിരുന്നു. വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൈസ്ലെസ് തിങ്. വിലമതിക്കാനാവാത്ത ഒന്നാണ് വിശ്വാസം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു. ഈ മൂന്നെണ്ണത്തിനെ, 3 കാര്യങ്ങളെ നമ്മൾ പറയുന്നത് സ്പിരിച്വൽ റിച്ചസ് എന്നാണ്. ആത്മീയമായ ധനം, സമ്പത്താണ് വിശ്വാസം. വിശ്വാസമില്ലെങ്കിൽ ആത്മീയമായ ദരിദ്രനാണെന്നാണ് അർത്ഥം. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഒരു മരിച്ചൊരാളെ കൊണ്ടുവന്നാൽ ഉടനെ യേശു പറഞ്ഞു, ഹീ സ്ലീപ്പിംഗ്, ഷീ സ്ലീപ്പിംഗ്. ഒരു പെൺകുട്ടിയെ യേശുവിനെ ഒരു പെൺകുട്ടിയുടെ അടുക്കൽ, മരിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുക്കലേക്ക് യേശുവിനെ കൊണ്ടുപോയപ്പോൾ
കർത്താവ് പറഞ്ഞു അവള് ഷീ സ്ലീപ്പിംഗ്, ഉറങ്ങുക. ലാസറിൻ്റെ മരണവാർത്ത യേശുവിൻ്റെ അടുക്കലെത്തിയ പറഞ്ഞു നമുക്കൊന്ന് അവനെ ഉണർത്താൻ വേണ്ടി പോവാം, അവൻ ഉറങ്ങുക. അപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു അതല്ല ഉദ്ദേശിച്ചത്, ആള് തട്ടിപ്പോയി. ചെവിയിൽ ശിഷ്യന്മാർ പറയാം ആള് തട്ടിപ്പോയി, ഉറങ്ങുമല്ല, അങ്ങനെയല്ല പറഞ്ഞേ, മരിച്ചുപോയി. യേശു ഹീ സ്ലീപ്പിംഗ്, നമുക്ക് അവനെ എഴുന്നേൽപ്പിക്കാം, പോ. വൈ? അൺകോമൺ ഫെയ്ത്ത്. സോ യേശു ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു അത്തിയെ നോക്കിയിട്ട് അങ്ങ് ശപിച്ചു, അതങ്ങ് ഉണങ്ങിപ്പോയി. യേശു വിശ്വാസത്തിൽ വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നു, കാറ്റിനെ ശാന്തമാക്കുന്നു, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുന്നു, ഭൂതങ്ങളെ പുറത്തെടുക്കുന്നു. യേശു ചെയ്തതുപോലെ ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല, ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല. സോ മേക്ക് ജീസസ് ദ ബെഞ്ച് മാർക്ക് ഓഫ് എ ഫെയ്ത്ത്. അവർക്കുള്ളത് ഇവർക്കുള്ളതുമായ വിശ്വാസം എന്നതിനേക്കാൾ യേശുവിലുള്ള വിശ്വാസം, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. നമ്പർ 2, സാച്ചുറേറ്റ് യുവർ സെൽഫ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്താൽ നിറയ്ക്കുക. ഈ നാളുകളിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എന്നെ തന്നെ അങ്ങ് നിറയ്ക്കുക. ഐ എം ട്രൈങ് ടു ഫിൽ മൈസെൽഫ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്താൽ ഞാൻ എന്നെ തന്നെ അങ്ങ് നിറയ്ക്കുകയാണ്. ഇത് പറയാൻ കാരണം റോമൻസ് 10:17, റോമാലേഖനം 10:17. സോ ദെൻ ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ദൈവവചന കേൾക്കുന്നതിലൂടെ നമുക്ക് ഇന്നത്തെ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വായിക്കുക, എഴുതുക, വാഗൊണ്ട് പറയുക, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദൈവവചനവുമായി ഇൻട്രാക്ട് ചെയ്യുക, ദൈവവചനത്തെ അകത്തേക്ക് എടുക്കുക. ഞാൻ ഒരു ദിവസം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദൈവവചനം ഒരിക്കലും വായിക്കരുത്, ചുമ്മാ വായിക്കുകയല്ല, ദൈവവചനം തിന്നുക. തിന്നുക മീൻസ് അകത്തേക്കെടുത്ത് അതിനെ ചവച്ചരയ്ക്കുന്നത് പോലെ ധ്യാനത്തിലൂടെ അത് തന്നെ ചിന്തിച്ച്, ഒരേ വചനം തന്നെ 1000 പ്രാവശ്യം ചിന്തിച്ചിരിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്ത് അസിമുലേറ്റ് ചെയ്ത് നമ്മുടെ ചിന്തകളുടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് അത് മാറും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. അവിശ്വാസം വരുന്നതും കേൾവിയാലാണെന്നറിയാമോ? വിശ്വാസം കേട്ടിട്ടാണ് വരുന്നത്, അവിശ്വാസം വരുന്നതും കേട്ടിട്ടാണ്. അയ്യോ, അവിശ്വസിക്കേണ്ട ഒന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ, കേൾക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ TV-യിൽ കാണുന്നതും കേൾക്കുന്നതും മറ്റുള്ളവർ പറയുന്നത് ഡേഞ്ചറസ് അല്ലെന്ന് വിചാരിക്കും. ഈവൻ ന്യൂസ് പോലും പലതും നെഗറ്റീവായ ന്യൂസ്, നെഗറ്റീവായ പലതും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, അതായത് നെഗറ്റീവ് റിപ്പോർട്ട്സ് എപ്പോൾ കേട്ടാലും, നെഗറ്റീവ് ന്യൂസ് എപ്പോൾ കേട്ടാലും നമ്മുടെ അകത്ത് ചെറുതായിട്ട് അതൊന്ന് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഐ ആം വെരി കെയർഫുൾ. അനാവശ്യമായ TV പ്രോഗ്രാമുകൾ ഞാൻ കാണാറില്ല. ഞാൻ TV ഓണാക്കാറേ ഇല്ല. സാധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ഒന്ന് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള സ്പിരിച്വൽ പ്രോഗ്രാംസ് കാണാനോ അല്ലാതെ സത്യം പറഞ്ഞാൽ ന്യൂസിന് വേണ്ടി പോലും ഞാൻ TV ഓണാക്കാറില്ല. പകരം ചെയ്യുന്നത് അത്യാവശ്യം അറിയേണ്ട ന്യൂസ് ചില ആപ്പുകളിലൂടെ ജസ്റ്റ് അതിൻ്റെ ഹെഡ്ലൈൻസ് ഞാനൊന്ന് നോക്കും. ദാറ്റ്സ് ഓൾ. എന്ത് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രം. പലപ്പോഴും ഇതെല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടൊക്കെ ഞാൻ അറിയുന്നത്. I am not interested in the world news or all these negative stuff. I am not at all interested. കാരണം അതിൻ്റെ കേൾവിയിലൂടെ അവിശ്വാസം നമ്മളറിയാതെ നമ്മുടെ അകത്ത് വരും. ഒരു രോഗത്തെക്കുറിച്ച് ആ രോഗത്തിൻ്റെ സകല ഡീറ്റെയിൽസും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ആ രോഗത്തിൻ്റെ ഭയാനകത, അതിലൂടെ വരുന്നൊരു അവിശ്വാസം നമ്മുടെ അകത്ത് പ്രവേശിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ അകത്ത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ നമ്മുടെ അകത്ത് ഒരു അൺകോമൺ ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഈ ആഴ്ചയിൽ ഓരോ ദിവസങ്ങളിലായി നിങ്ങളുടെ അകത്തേക്ക് ദൈവവചനത്തെ പമ്പ് ചെയ്ത് കയറ്റാൻ പോവുക, ഇഞ്ചക്ട് ചെയ്ത് അടിച്ച് കയറ്റാൻ പോവുക. അകത്ത് വിശ്വാസം അങ്ങ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ ഭൂമിയിലല്ല ജീവിക്കാൻ പോകുന്നത്, നിങ്ങൾ പറക്കാൻ തുടങ്ങും. കഴുകനെ പോലെ ഉയരങ്ങളിലേക്ക് നിങ്ങൾ പറക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, താണ നിലവാരത്തിൽ
ഒരു കോഴിക്കുഞ്ഞിനെ പോലെ, ഒരു താറാവ് കുഞ്ഞിനെ പോലെ ചിക്കിച്ചകഞ്ഞ് ഇവിടെയുള്ള കൊച്ചു കൊച്ചു മണ്ണിരയും ഇവിടെയുള്ള പുഴുക്കളും തിന്ന്, കീടങ്ങളെ തിന്ന്, ഇങ്ങനെ ഒരു കൊച്ചു പരിപാടിക്കല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവം ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ കൊലോസ് ലേഖനം 3-ാം അധ്യായം ആദ്യത്തെ വചനങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടത്, സ്വർഗത്തിലുള്ള ചിന്തിക്കുക. കാരണം ഈ ഭൂമി താൽക്കാലികമാണ്, ഇവിടെയുള്ള എല്ലാം താൽക്കാലികമാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്ന സകലവും നേടിയെടുത്താലും, അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ 2 കൈകളും പുറത്തേക്കിട്ട് ഞാൻ എല്ലാം നേടി, രാജ്യങ്ങൾ മുഴുവൻ ഞാൻ പിടിച്ചടക്കി, അറിയാവുന്ന സകലവും ഞാൻ പിടിച്ചടക്കി, സമുദ്രത്തെ നോക്കി അദ്ദേഹം പറഞ്ഞെന്നാ പറയുന്നത്, സമുദ്രമേ നീ ഒരു രാജ്യമായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ പിടിച്ചടക്കിയേനെ. അത്രയും പിടിച്ചടക്കിയ ആ മനുഷ്യൻ 30-31 വയസ്സുള്ള സമയത്ത് പറയപ്പെടുന്നത് ഒന്നും കൊണ്ടുപോകാതെ ഈ ഭൂമിയിൽ നിന്ന് പോയി. ഇതെല്ലാം താൽക്കാലികമാണ്, എന്നാൽ നിലനിൽക്കുന്ന നിത്യമായ ഒന്ന് നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. 1-2 വചനങ്ങൾ കൂടെ തന്നോട്ടെ. മത്തായി സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ സാത്താൻ യേശുവിനെ മരുഭൂമിയിൽ പരീക്ഷിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു. 40 ദിവസം അവൻ ഉപവസിച്ചു. 40-ാമത്തെ ദിവസം അവന് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനൊക്കെ ഉള്ള സമയമായി. കൃത്യമായി ഏത് ഡേ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ സാത്താൻ വന്നിട്ട് അവനെ പരീക്ഷിക്കുകയാണ്. പരീക്ഷിച്ചിട്ട് പറയുന്നു, ഈ കല്ലിനെ അപ്പമാക്കി നീ ഭക്ഷിക്കുക. യേശു പറയുന്നത് എന്താണ്? Man shall not live on bread alone, but by every word that proceeds from the mouth of God. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുക. ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങളാലുമാകുന്നു. എൻ്റെ ബ്രദറെ, എൻ്റെ സിസ്റ്ററെ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നിങ്ങളും ഞാനൊക്കെ ജീവിച്ചിരിക്കുന്നത് ചോറും കറിയും പുട്ടും കടലയും ദോശയും ചട്നിയൊക്കെ തിന്നിട്ട് മാത്രമല്ല, ദൈവ വചനത്താലാണ് ജീവിച്ചിരിക്കുന്നത്. എത്ര ഭക്ഷണം കഴിച്ചാലും ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ദൈവവചനം ഭക്ഷിച്ച് അതിൽ നിന്ന് വരുന്ന എനർജി, നമ്മുടെ അകത്ത്, മനസ്സിൽ, ഹൃദയത്തിൽ, ആത്മാവിൽ വരുന്ന എനർജി, ശക്തി കൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക് ജീവിതം പോകേണ്ടത്. കാരണം അത് വിശ്വാസമായി പരിണമിക്കും. അകത്തെ എൻജിൻ വർക്ക് ചെയ്യാൻ തുടങ്ങും, മുന്നിലേക്ക് പോകുവാനുള്ള ശക്തീകരണം ഉണ്ടാകും. ഞാൻ ഈ ദിവസം നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. എല്ലാ ദിവസവും ചെയ്യണം ഈ ഹോംവർക്ക്. എത്രത്തോളം സമയം ദൈവവചനം വായിക്കാമോ, മെഡിറ്റേറ്റ് ചെയ്യാമോ, ധ്യാനിക്കാമോ, തിന്നാമോ, അതുപോലെ തിന്നുകൊണ്ടേയിരിക്കുക. ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ, ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ ദൈവവചനം മനസ്സിൽ കൊണ്ടുവന്ന് ധ്യാനിക്കാം. ദൈവവചനത്തിൻ്റെ ഓഡിയോ റെക്കോർഡുകൾ, ഓഡിയോ ബൈബിൾ കേട്ടോണ്ടിരിക്കാം. ദൈവവചനം ചൊല്ലുന്നിടത്തോളം വിശ്വാസം വന്നുകൊണ്ടിരിക്കും. കുറച്ചുകൂടെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ മകളുടെ ഭാവിയിലേക്ക് ദൈവം ഒരു അത്ഭുതം ചെയ്ത സാക്ഷ്യം പറയാൻ അവിടെ നിൽക്കുന്നതാണ്. ഈ മകൾ പറഞ്ഞത്, ഈ മകൾ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അതിനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ ഈ 3rd ഇയർ ആയപ്പോഴേക്കും ചില വിഷയങ്ങൾ തനിക്ക് വല്ലാതെ ടഫായിരുന്നു. അപ്പോൾ ഒരു ഫിയർ അകത്തേക്ക് കയറി, ഒരു വല്ലാതെ ഭയം കയറി. പക്ഷേ 2ാമത്തെ വർഷത്തിലൊക്കെ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻ്ററിലേക്ക് തന്നെ ടൈം ടേബിളൊക്കെ അയച്ചു പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തിരുന്നു. അതിലെല്ലാം നല്ല മാർക്ക് കിട്ടി പാസ്സായി. പക്ഷേ 3rd ഇയർ ആയപ്പോൾ തനിക്ക് വല്ലാതെ ഒരു ഭയം കയറുവാൻ തുടങ്ങി. പക്ഷേ അതിനിടയിൽ ഈ മകൾ പറയുന്നത്, ഞാനിത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ പ്രശ്നമോ, എനിക്ക് പാസ്സാകുമെന്ന് ഉറപ്പില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലായി. അതിനിടയിൽ നമ്മുടെ കേരളത്തിൽ മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നപ്പോൾ അവിടെ നിന്നൊരു എൻ്റെ പ്രാർത്ഥനാ ഡയറി വാങ്ങിച്ചിരുന്നു. അവിടെ അറ്റൻഡ് ചെയ്ത് എൻ്റെ പ്രാർത്ഥനാ ഡയറി വാങ്ങിച്ചിരുന്നു. ഈ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥനാ ഡയറി നോക്കിയിട്ട്. പക്ഷേ ഈ മകൾ അതിൻ്റെ പുറകിൽ തനിക്ക് ഏതെല്ലാം സബ്ജക്റ്റുകൾ ടഫായിരുന്നോ അതെല്ലാം എഴുതി വെച്ചു. ഇതിലെല്ലാം യേശു കർത്താവ് എന്നെ നല്ല ഉയർന്ന മാർക്ക് നൽകി പാസ്സാക്കുമെന്ന് എഴുതി വെച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഈ അമ്മ അതിലൊരു 15ാമത്തെ പ്രാർത്ഥനയുണ്ട്,
പരീക്ഷ എഴുതിയതിനു ശേഷം പരീക്ഷാ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങനെ പരീക്ഷ അതിനുവേണ്ടി ഈ അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ മകളോട് അമ്മ ചോദിച്ചത് ഇങ്ങനെയാണ്, മോളെ നീ എക്സാം നന്നിട്ട് എഴുതിയില്ല, നീ പാസ്സാകുമെന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു, എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല അമ്മേ, ഞാൻ എഴുതി, പക്ഷേ എനിക്കിതിൽ നിന്ന് ജയിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ അമ്മ നിരന്തരമായിട്ട് ആ വചനത്തോടു കൂടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നടന്ന അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ മകൾക്ക് ഉറപ്പില്ലായിരുന്നു, പക്ഷെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശുവിന് ഉറപ്പുണ്ടായിരുന്നു. സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് ഈ മകൾ ഒരിക്കലും പാസ്സാകില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഫസ്റ്റ് ക്ലാസ് മാർക്കോടുകൂടി ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ഈ മകൾ പാസ്സായി. ഇവൾക്ക് ഉറപ്പുണ്ടായില്ല, പക്ഷെ യേശുവിന് ഉറപ്പുണ്ടായിരുന്നു. ദൈവം ഇവളെ അനുഗ്രഹിച്ചു. ഇന്ന് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായിട്ടാണ് ഇന്നിവിടെ സാക്ഷ്യം പറയാൻ. എത്ര പേർ ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ. ശരിയാണോ അമ്മ ഈ കേട്ടതെല്ലാം? മാവേലിക്കര ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നിരുന്നു. അനിയത്തിയാ വന്നിരുന്നത്. അനിയത്തിയാണ് പ്രാർത്ഥന ഡയറി അവിടെ നിന്ന് കളക്ട് ചെയ്തത്. അത് ഈ മോൾക്ക് കൊടുത്തു. ഈ മോള് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് ദിവസവും പ്രാർത്ഥിക്കും. ഓക്കെ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണിത്. മോൾക്ക് അധികം പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ആ ബ്രദർ പറഞ്ഞത്. ശരിയാണോ? എന്റെ മാത്സിന്റെ ഒരു സബ്ജക്ട് ഞാൻ 3rd ടൈം എഴുതിയത്. 2 വട്ടം എഴുതിയിട്ട് ഇപ്പൊ 3rd ടൈം അതിലും ടഫായിരുന്നു. എനിക്കൊരു ഹോപ്പും ഇല്ലായിരുന്നു ഞാൻ അത് ജയിക്കുമെന്ന്. അതിലിപ്പോൾ എനിക്ക് 16 മാർക്ക് പാസിന് വേണമായിരുന്നു. അതിലെനിക്ക് 31 മാർക്സ് കിട്ടി. ഫസ്റ്റ് ക്ലാസ്സോടെ ജയിച്ചു. ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ ജയിക്കാൻ കർത്താവ് സഹായിച്ചു. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവെ, ഇതുപോലെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ടെസ്റ്റുകൾ പാസ്സാകാനുള്ളതിൽ IELTS പോലെയുള്ള പരീക്ഷകളിലൊക്കെ പല പ്രാവശ്യം എഴുതിയിട്ടും പാസ്സാകാൻ കഴിയാതെ ബുദ്ധിമുട്ടോടുകൂടി ആയിരിക്കുന്നവരെ ഈ മകൾ ഇവിടെ നിറകണ്ണുകളോട് സാക്ഷ്യം പറഞ്ഞിരിക്കുമ്പോൾ എല്ലാവരും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങനെയുള്ളവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവർ ഇവിടെയുണ്ട്. ചില എക്സാംസ് ഫേസ് ചെയ്യുന്നവർ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതങ്ങളിലേക്ക് വലിയ മിറക്കിൾസ് നടക്കാൻ തുടങ്ങട്ടെ. ഹല്ലേലൂയ. കർത്താവെ, നീ അങ്ങനെ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. എല്ലാവരും കൈ ഇവരുടെ നേരെ നീട്ടിപ്പിടിക്കാം. കർത്താവ്, ഇന്ന് യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ അമ്മയും മകൾ ഇവിടെ വന്നു. പരസ്യമായി ലജ്ജയില്ലാതെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയ നിമിത്തം ഈ മകൾക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് കയറുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. നല്ല ജോലിയും നല്ല ഭാവിയും കൊടുത്ത് ഈ മകളെ അനുഗ്രഹിക്കണമേ. ഈ അമ്മയുടെ വിശ്വാസത്തെ മാനിച്ചല്ലോ. ഈ സാക്ഷി അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ. In Jesus' name. Amen. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജനങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് ഇടയാക്കണമേ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും കൈകൾ നീട്ടി ഇപ്പോൾ വിടുതൽ സ്വീകരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ ചില ആപ്സിസ് പോലെയൊക്കെ വന്നിട്ടുള്ളവർ, ശരീരത്തിൽ ചില ഭാഗങ്ങൾ വ്രണങ്ങൾ പഴുപ്പുമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഷുഗർ ലെവൽ നോർമലാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകട്ടെ. ഇപ്പോൾ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങൾക്ക് ഫോൺ എടുത്ത് പ്രേ കോൾ സെൻറ്ററിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.